കൊല്ലം പിഷാരിക്കാവ് കാളിയാട്ട മഹോത്സവത്തിന് മാർച്ച് 29-ന് കൊടിയേറും. ഏപ്രിൽ 5-ന് കാളിയാട്ടവും നടക്കും. മഹോത്സവത്തിന്റെ ഭാഗമായി ദിവസവും 2500 പേർക്ക് അന്നദാനവും നൽകുമെന്ന് ട്രസ്റ്റി ബോർഡിന്റെയും ആഘോഷ കമ്മിറ്റിയുടെയും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്തര കേരളത്തിലെ പ്രശസ്തമായ കൊല്ലം പിഷാരിക്കാവ് ക്ഷേത്രം കാളിയാട്ട മഹോത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ട്രസ്റ്റി ബോർഡിന്റെയും ആഘോഷ കമ്മിറ്റിയുടെയും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 29-ന് രാവിലെ ഉത്സവത്തിന് കൊടിയേറും. ഏപ്രിൽ 4-ന് വലിയ വിളക്കും 5-ന് കാളിയാട്ടവുമാണ്. കൊടിയേറ്റം മുതൽ വലിയ വിളക്ക് വരെ രാവിലെയും വൈകിട്ടും രാത്രിയും കാഴ്ചശീവേലിയുണ്ടാകും. കൂടാതെ ക്ഷേത്രകലകളായ ചാക്യാർകൂത്ത്, സോപാന സംഗീതം, തായമ്പക, കേളികൈ, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, പാടകം പറയൽ എന്നിവയും നടക്കും. ദിവസവും 2500 പേർക്ക് അന്നദാനവും നൽകും. പുതുതായി നിർമ്മിച്ച അന്നദാന മണ്ഡപത്തിലായിരിക്കും ഇത്തവണ ഭക്ഷണം നൽകുക. ക്ഷേത്രത്തിലെത്തുന്ന ആയിരക്കണക്കിന് ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ സന്നാഹങ്ങളും പോലീസ് ചെയ്തിട്ടുണ്ട്. പ്രധാന സ്ഥലങ്ങളിലെല്ലാം CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഇളയടത്ത് വേണുഗോപാൽ പറഞ്ഞു. കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ട്. 2-3 പ്രാവശ്യം SPയെ കണ്ട് വേണ്ടുന്ന പോലീസ് സന്നാഹങ്ങൾ തരുവാൻ അപേക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം തരാമെന്ന് ഏറ്റിട്ടുണ്ട്. പ്രത്യേകമായി 2 DSPമാരുടെയും 50ഓളം പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പോലീസ് സേനയെ വിന്യസിപ്പിക്കുന്നു. 29-ന് രാവിലെ 6:30-ന് മേൽശാന്തി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ചടങ്ങിന് ശേഷമാണ് കൊടിയേറ്റം. കൊടിയേറ്റത്തിന് ശേഷം കൊല്ലം കൊണ്ടാടുംപടി ക്ഷേത്രത്തിൽ നിന്നുള്ള ആദ്യ അവകാശവരവ് പിഷാരിക്കാവിലെത്തും. തുടർന്ന് കന്യോറമല, പണ്ടാരക്കണ്ടി, കുട്ടത്തുകുന്ന്, പുളിയഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള വരവുകളും എത്തും. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ പൂജകളും കലാപരിപാടികളും നടക്കും. വാർത്താസമ്മേളനത്തിൽ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ ബാലൻ പുതിയോട്ടിൽ, മുണ്ടക്കൽ ഉണ്ണികൃഷ്ണൻ നായർ, ഏരോത്ത് അപ്പുക്കുട്ടി നായർ, M ബാലകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ TT വിനോദൻ, ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ES രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. ഇന്നലെ പിഷാരിക്കാവ് ക്ഷേത്രോത്സവ വാർത്തയിൽ ഏപ്രിൽ 5-ന് എന്നുള്ളത് മാർച്ച് 5-ന് എന്ന് തെറ്റായി സംരക്ഷണം ചെയ്തതിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു.